ഓക്കെ ഗൈസ് അപ്പോൾ ഇന്ന് എന്തായാലും ഗൈസ് ഞാനും അതേപോലെ തന്നെ ഷിൻജാനും അതേപോലെ തന്നെ അവിടെ ടൈഗറും കൂടെ എന്തായാലും ഗൈസ് ഒരു ട്രിപ്പ് കണക്കെ എന്തായാലും പോകാനായിട്ട് എന്തായാലും പോവേണം കേട്ടോ. നമ്മളാണ് ഇന്ന് എന്തായാലും ഗൈസ് ഒരു ക്രിസ്മസ് ട്രിപ്പ് കണക്കെ എന്തായാലും പോകാനായിട്ട് പോകണേ. നമ്മൾ പോണ സ്ഥലം എന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ സിറ്റിയിൽ കണക്കെ ഒരു ക്ലോക്ക് ടവർ കണക്കുണ്ട്. നമ്മളാ ക്ലോക്ക് ടവറിൽ കണക്കെയാണ് നമ്മളെന്തായാലും ട്രിപ്പായിട്ട് എന്തായാലും പോകണമെന്ന് വെച്ചാൽ ഓക്കെ. ആ ഒരു ക്ലോക്ക് ടവറിൽ കണക്കെ നമ്മളെന്തായാലും പോയിട്ട് നമ്മളെന്തായാലും വില്ലേജിൽ കണക്കെ നമ്മളെന്തായാലും ഒരു ചെറിയൊരു വീട് കണക്കെ നമ്മളെന്തായാലും എടുത്ത് എന്തായാലും വെച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും അവിടെ എന്തായാലും ഇന്ന് ഫുള്ള് നമ്മളെന്തായാലും താമസിക്കുന്നതാണ്. വേറെ ലെവലുകളൊക്കെയാണ് ഓക്കെ. പിന്നെ നമ്മൾ അവസാനമായിട്ട് പോയ ട്രിപ്പ് എന്ന് പറയുന്നത് കേസ് ഒരു താർലിങ്ങളൊക്കെയാണ് കേസ് ഓക്കെ. നമ്മുടെ മഹീന്ദ്ര താർലിങ്ങളൊക്കെയാണ് നമ്മൾ അവസാന ട്രിപ്പ് കണക്ക് പോയത് ഓക്കെ. ആ കിടക്കുന്ന ബ്ലാക്ക് താറുകളൊക്കെയാണ് ഓക്കെ. ഇന്ന് നമ്മൾ എന്തായാലും ട്രിപ്പ് കണക്ക് പോകണം നമ്മുടെ ബസ്സിലുകളൊക്കെയാണ്. എന്തായാലും വേറെ ലെവലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്തായാലും നമ്മളെന്തായാലും 2 സ്ഥലങ്ങളിലായിട്ടാണ് നമ്മൾ എന്തായാലും ട്രിപ്പ് പോകണമെന്ന് വെച്ചാൽ ഓക്കെ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ക്ലോക്ക് ടവറിലെ കണക്കാണ് നമ്മൾ പോകണമെന്ന് വെച്ചാൽ ഓക്കെ. അടുത്ത വീഡിയോയിൽ വേറെ അടിപൊളി സ്ഥലവും കണക്കാണ്. എന്തായാലും അത് നിങ്ങളെന്തായാലും വെയിറ്റ് ചെയ്ത് എന്തായാലും ഇരിക്കുക ഓക്കെ. എന്തായാലും വേറെ ലെവലായിട്ട് തന്നെയുള്ള ഒരു ട്രിപ്പുകളൊക്കെ തന്നെയാണ് ഓക്കെ. നമ്മുടെ ഷിൻജാൻ ടൈഗർ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫുൾ സാധനങ്ങൾ നമ്മളെന്തായാലും കംപ്ലീറ്റ്ലി നമ്മളെന്തായാലും വാങ്ങിച്ചെന്നാലും വെച്ചിട്ടുണ്ട്. ചിപ്സ്, സ്നാക്സ്, നമ്മുടെ വാട്ടേഴ്സ്, അതേപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ്, എല്ലാ സകല സാധനങ്ങളും ഫുള്ള് നമ്മൾ നേരത്തെ തന്നെ വാങ്ങിച്ച് വണ്ടി തന്നെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഓക്കെ. എടാ ഷിൻജാനെ ടൈഗറെ അപ്പോൾ നമുക്ക് പോയാലോ? ആ ഫ്രാങ്ക്ലി ചേട്ടാ സാധനങ്ങളെല്ലാം എടുത്തല്ലോ, നമ്മുടെ ബാഗ് എടുത്തല്ലോ, ചിപ്സും കൂൾ ഡ്രിങ്ക്സും പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ ഉള്ള ആടെ ഷിൻജാനെ എല്ലാം എടുത്ത് വെച്ചേ. പിന്നെ ഈ ഡ്രസ്സിൽ നമുക്ക് വേണ്ട കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉള്ളൂ. ആ ഫ്രാങ്ക്ലി ചേട്ടാ അപ്പോൾ നമുക്കപ്പോൾ നമ്മുടെ ട്രിപ്പ് അങ്ങനെ നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആടെ ഷിൻജാനെ, എടാ ടൈഗറെ, ഷിൻജാനെ എല്ലാവരും ഒന്ന് വണ്ടി കയറും. ആ ഫ്രാങ്ക്ലി ചേട്ടാ ഞങ്ങളിതാ ഒന്ന് വണ്ടി കയറാം ഓക്കെ. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഷിൻജാനെ ടൈഗറും എല്ലാവരും എന്തായാലും നമ്മുടെ ബസ്സിലും അങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ. ഞാനും കൂടെ എന്തായാലും കയറിയിട്ടുണ്ട്. ഫ്രാങ്ക്ലി ചേട്ടാ ആ പാട്ടൊന്ന് പോയി. എടാ ഷിൻജാനെ ഇത് ടൂറിസ്റ്റ് ബസ് എന്നല്ലടാ, ഇത് സാധാ ബസ്സാണ്. ആ എന്നാലും എനിക്കറിയാം, എന്നാലും ഒരു പാട്ടൊക്കെ പോയി, സാധാ പാട്ടൊക്കെ പോയി. ആടെ ഷിൻജാനെ നമുക്ക് പിന്നെ എപ്പോഴും ടൂർ പോകുമ്പോൾ നമുക്ക് വല്ല ടൂറിസ്റ്റ് ബസ് വല്ല വാങ്ങിക്കാം. ഇപ്പം നമ്മുടെ കയ്യിൽ ഈ ഒരു ബസ്സല്ലേ ഉള്ളൂ, നമുക്ക് ഇത് തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ പിന്നെ ഈ ഒരു ബസ്സിൽ ഒരിക്കൽ നമ്മളെന്തായാലും ടൂർ പോയിട്ടുണ്ട് ഓക്കെ. അതെന്ന് വെച്ചാൽ ഗൈസ് ബീച്ചിൽ എന്തോ ആയിരുന്നു ഓക്കെ. നമ്മൾ പിന്നെ ഇപ്രാവശ്യം പോകാനായിട്ടാണ് ക്ലോക്ക് ടവറിലാണ് ഓക്കെ. ഈ ഒരു ബസ് വളച്ചെടുക്കുക ഇച്ചിരി സീനിങ് കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഓക്കെ. നല്ല കറക്റ്റായിട്ട് സാധനം വളയത്തില്ല ഓക്കെ. കാരണം വെച്ചാൽ നല്ല നീളമുള്ളൊരു വണ്ടികളൊക്കെയാണ്. എന്തായാലും കുഴപ്പമില്ല ഓക്കെ. നമ്മുടെ ബസ്സുകളൊക്കെ പിന്നെ ഒരു ഏതാണ് ബ്ലൂ കളറുകളൊക്കെ ആയിരുന്നു നൈസൊക്കെ. നമ്മൾ നൈസൊക്കെ പെയിൻ്റൊക്കെ നൈസൊക്കെ മാറ്റി. ക്രിസ്മസ് ഒക്കെ അല്ല, അതുകൊണ്ട് നമ്മൾ ഈ ഒരു ടൂറിനായിട്ട് നമ്മൾ മാറ്റിയെടുത്തത്. എന്താണ് വണ്ടിയുടെ കുടുങ്ങി. നമുക്ക് നല്ല വണ്ടി എന്നാലും നേരെ എടുക്കാം ഓക്കെ ഗൈസ്. നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ വണ്ടികളൊക്കെ നമ്മളെന്തായാലും അവിടെ നിന്ന് എടുത്ത് കേട്ടോ. നമ്മുടെ ട്രിപ്പുകളൊക്കെ ഫൈനലി നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എടാ ഷിൻജാനെ അപ്പോൾ നേരെ അങ്ങ് ക്ലോക്ക് ടവറിൽ ഇട്ടല്ലോ. ആ ഫ്രാങ്ക്ലി ചേട്ടാ നമുക്ക് നേരെ ക്ലോക്ക് ടവറിലോട്ട് പോവാം. ക്ലോക്ക് ടവർ ഇപ്പോൾ അവിടെ ഫുള്ള് ചുറ്റി കാണാനുള്ളതാണ് നമുക്ക്. ആടാ ഷിൻജാനെ അതെനിക്ക് നന്നായിട്ടറിയാം. നമുക്കിപ്പോൾ ഈ ഒരു ബസ് കൊണ്ട് നേരെ ക്ലോക്ക് ടവറിലോട്ട് പോവാം ഓക്കെ. നമ്മളങ്ങനെ ഈ ഒരു വളവുകളൊക്കെ തിരിച്ചിട്ടുണ്ട് ഓക്കെ. ഏകദേശം നമ്മളെന്തായാലും എത്താറായിട്ട് എന്നാലും ഉണ്ട്. നമ്മൾ കുറേ ദൂരം ഓടിച്ചാണ് നമ്മളെന്തായാലും ക്ലോക്ക് ടവറിലോട്ട് വന്നതെന്ന് പറയണം ഓക്കെ ഗൈസ്. അപ്പോൾ ഫ്രണ്ടിൽ കാണുന്നതാണ് ഗൈസ് ക്ലോക്ക് ടവർ എന്ന് പറയണത് ഓക്കെ. നമുക്ക് പിന്നെ അതിൻ്റെ അകത്ത് നമ്മുടെ ബസ് കണക്ക് കയറ്റാൻ പറ്റുമെന്ന്, അത് എന്നാൽ ഇത്തിരി കൊള്ളായിരുന്നു ഗൈസ് ഓക്കെ. ക്ലോക്ക് ടവറിൽ പിന്നെ ഫുള്ള് നമ്മുടെ സ്റ്റെപ്പുകളൊക്കെയാണ്. എന്നാലും നോക്കി നോക്കാം ഫ്രാങ്ക്ലി ചേട്ടാ, എന്നാലും ശ്രമിച്ച് നോക്കിയേക്കാം. നമുക്ക് എങ്ങനെയൊക്കെ വണ്ടി തട്ടി മുട്ടിയൊക്കെ അതിൻ്റെ അകത്ത് കയറ്റാം. നമ്മളെന്തായാലും ഇത് കഴിയുമ്പോൾ ഈ വണ്ടിയുടെ പെയിൻറ്റ് മാറ്റുമല്ലോ. ആടാ ഷിൻജാനെ ഇവിടെ എവിടെയെങ്കിലും വണ്ടി കയറാനുള്ള സെറ്റപ്പ് ഇല്ലേ? അല്ല അപ്പോൾ ഈ ക്ലോക്ക് ടവറുള്ള ആൾക്കാരപ്പോൾ എങ്ങനെയാണ് വണ്ടി കയറ്റും? അതെനിക്കറിയില്ല കേട്ടാ. ഇവിടെ സ്ലൈഡ് പോലെ ഒന്നും തന്നെ ഇല്ല കേട്ടാ. എന്നാലും കുഴപ്പമില്ല. എന്നാലും നമുക്ക് എന്തായാലും വണ്ടി കയറ്റി വെക്കാം. വണ്ടി കുടുങ്ങാതിരുന്നാൽ മതി കേസ് ഓക്കെ. നമുക്ക് എന്തായാലും വണ്ടി നമുക്ക് ഈ മെയിനായിട്ടുള്ള സ്റ്റെപ്പ് കയറ്റാൻ കേസ് ആദ്യം ഓക്കെ. വണ്ടി നല്ല റിവേഴ്സ് വെച്ചെടുക്കാം, കയറിയാൽ മതി കേസ് ഓക്കെ. ഇത് കയറാൻ ചാൻസ് ഇല്ല കേട്ടോ. ഈ വണ്ടിക്ക് നല്ല രീതിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല കുറവാണ്. എന്നാലും നമുക്ക് നോക്കി വെക്കാം. ഫ്രാങ്ക്ലി ചേട്ടാ ഒന്നും നോക്കണ്ട, അങ്ങ് പെടച്ചങ്ങ് വണ്ടി ഇടിച്ചങ്ങ് കയറ്റിയാൽ മതി. നമ്മുടെ പിന്നെ ഈ ബസ്സിന് പിന്നെ നല്ല ബിൽഡ് ക്വാളിറ്റി അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ആടാ ഷിൻജാനെ ഞാൻ എന്തായാലും ഈ വണ്ടി ഒന്ന് വളച്ചെടുക്കട്ടെ. യെസ് ഗൈസ്, നമ്മളങ്ങനെ വണ്ടികളൊക്കെ നമ്മളങ്ങനെ വളച്ചെടുത്തേക്കാണ്. ഇനി ഒന്നും നോക്കണ്ട, നേരെ അങ്ങ് വണ്ടി വളച്ചങ്ങേറ്റ. ഓടാ ഷിൻജാനെ ഈ വണ്ടി കയറത്തില്ലടാ. അത് കുഴപ്പമില്ല. ഫ്രാങ്ക്ലി ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ബസ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നൈസായിട്ട് പാർക്ക് ചെയ്യാം. നമുക്കിതിനകത്ത് ഫുള്ള് ചുറ്റി കറങ്ങിയിട്ടങ്ങ് വരാം. ആടാ ഷിൻജാനെ നീ പറഞ്ഞാൽ ശരിയാണ്, നമുക്ക് കുറച്ചുകൂടെ അങ്ങ് ഫ്രണ്ടിലോട്ട് അങ്ങ് എടുത്തിടാം. എടാ ഷിൻജാനെ നീ ഒരു കാര്യം ചെയ്യും, നീ ഇപ്പം ഇറങ്ങിയിട്ടില്ല, നമുക്ക് നല്ലൊരു ഫോട്ടോ എടുക്കാം. നമുക്ക് നല്ലൊരു ഫാമിലി ഫോട്ടോ എടുക്കാം.
എന്നിട്ട് ഇതെടുത്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ തമ്പനയിലാക്കാം. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ, അതിനിപ്പോൾ എന്താ, ആദ്യം ബസ് കറക്റ്റായിട്ടൊന്ന് പാർക്ക് ചെയ്യും. നമ്മുടെ ഒരു ക്ലോക്ക് ടവർ ഫുള്ള് കിട്ടണം. ആടാ ഷിൻചാനെ, ഞാൻ ഇവിടെ ഇപ്പോൾ ബസ് ഒരുവിധം കറക്റ്റായിട്ട് പാർക്ക് ചെയ്ത്. കുറച്ചുകൂടെ ബാക്ക് എടുക്ക്. എന്നിട്ട് നീ ഇറങ്ങിയൊരു ഫോട്ടോ അങ്ങിട്. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ, എന്നിട്ട് നമുക്ക് ഈ ക്ലോക്ക് ടവറിൻ്റെ തൊട്ട് കയറാം. അപ്പോൾ എല്ലാവരും ചിരി ചീസ്. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ എന്തായാലും ഗൈസ് ഞാനും അതേപോലെ തന്നെ ഷിൻചാനും അതേപോലെ തന്നെ നമ്മുടെ ടൈഗറും കൂടെ എന്തായാലും ഒരു അടിപൊളി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എന്തായാലും നേരെ എന്തായാലും ക്ലോക്ക് ടവറിലോട്ട് കയറാൻ പോണേ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ബാഗിൻ്റെ അത് സ്നാക്സ് സാധനമൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്കും ടൈഗറിന് വിശക്കും. എടാ ഷിൻചാനൊന്ന് അടങ്ങിയിരടാ, എല്ലാ സാധനങ്ങളും ഉണ്ടടാ. ബൗ ബൗ, ഫ്രാങ്ക്ലിന് അതിൻ്റെ അകത്ത് ബർഗർ എന്തായാലും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് നല്ല രീതിക്ക് ദേഷ്യം വരും. ഞാൻ ചിലപ്പോൾ നിന്നെ കടിച്ചു കയറാൻ ചാൻസ് ഉണ്ട്. എനിക്കാണെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിശക്കും. നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യും, അവിടെ അടങ്ങിയില്ലേ, നിങ്ങളിപ്പോൾ കയറി വാ, നമുക്ക് ഈ ക്ലോക്ക് ടവർ മൊത്തത്തിൽ ഫുള്ള് ചുറ്റി കാണാം. എടാ ഷിൻചാനെ, നമുക്ക് ആദ്യം ഇല്ലേ, നമുക്ക് ഈ വീടുകളൊക്കെ ചുമ്മാ നോക്കാം, എന്നിട്ട് നമുക്ക് അവസാനം ക്ലോക്ക് ടവർ ഫുള്ളായിട്ട് ചുറ്റി കാണാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ആദ്യം നമുക്ക് ഈ ഒരു കാണുന്ന നീല വീട്ടിൽ കയറാം. ആടാ ഷിൻചാനെ, ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇവിടെ ആരും ഇല്ലെന്ന് തോന്നേട്ടാ. അതിപ്പോൾ നന്നായി, നമുക്കെന്നാലും ഈ വീട് ഫുള്ളൊന്ന് ചുറ്റി കാണാം. എൻ്റെ പൊന്ന് ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇത് നൈസൊരു വീടാണ് കേട്ടാ. എൻ്റെ മോനെ, നൈസ് കേട്ടാ, നല്ല കിടുക്കാച്ച റൂമൊക്കെ ഉണ്ട് ഈ വീടിന്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഏറ്റവും മേളിൽ പോവാം. ഓക്കെ, നമുക്കങ്ങനെ നേരെ മേളിലോട്ട് പോവാം. മാൻ, എന്ത് നല്ല ചെറിയ സ്റ്റെപ്പുകൾ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇത് ഫുള്ള് കാലി വീടാണല്ലോ. എടാ ഷിൻചാനെ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ക്ലോക്ക് ടവർ ഇപ്പോൾ പുതിയതായിട്ട് വന്നല്ലേ, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ വീടുകളെല്ലാം പുതിയതായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. ഈ വീടൊന്നും പോയില്ലെന്ന് തോന്നുന്നു, ഇതൊക്കെ റെൻ്റ് ഇട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അതൊന്നും കുഴപ്പമില്ല, നമുക്കെന്നാലും ഈ വീടൊക്കെ ഫുള്ളായിട്ടൊന്ന് ചുറ്റി കണ്ടിട്ട് അങ്ങ് പോവാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇനി ഈ വീട്ടിലും സ്റ്റെപ്പൊക്കെ ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഇതൊരു 3 നില വീടാണെന്ന് തോന്നുന്നു. ആടാ ഷിൻചാനെ, ഇതൊരു 3 നില വീടാണ്. എൻ്റെ മോനെ, ഗ്രൗണ്ട് ഫ്ലോർ നമ്മൾ കണ്ട്, സെക്കൻഡ് ഫ്ലോർ ഉണ്ട്. ഓക്കെ, സോറി, നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്, ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്, സെക്കൻഡ് ഫ്ലോർ ഉണ്ട്. ഓക്കെ, ഇതെന്താണ്? അയ്യോ, നമ്മളിവിടെ സ്റ്റക്കായേക്കാണല്ലോ. അയ്യോ, ഇയാളിത് എന്താണ് കാണിക്കണേ? അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ വട്ടായ. ഒന്ന് ഇറങ്ങി വാ ഫ്രാങ്ക്ലിൻ ചേട്ടാ. ആടാ ഷിൻചാനെ, ഒരു മിനിറ്റ്. ഓക്കെ ഗൈസ്, ഓക്കെ, അപ്പം ഈ ഒരു ക്ലോക്ക് ടവറിലുള്ള അടുത്ത വീട് കണക്കാണ് ഇതെന്ന് വെച്ചാൽ. എടാ ഷിൻചാനെ, ടൈഗറെ എന്ന് വാടാ. എടാ ടൈഗറെ, ഷിൻചാൻ, നിങ്ങൾക്ക് എന്തിൻ്റെ വേടാ? നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നേളൂ, അപ്പം തന്നെ തീറ്റയെ തുടങ്ങി. ഓക്കെ, നമ്മുടെ ടൈഗർ ഇപ്പം തന്നെ 3 ബർഗർ തിന്നു. ഒന്ന് പെട്ടതാടാ, നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വണ്ടി തിന്നാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞാനത് എത്തി, ഒരു മിനിറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീടിൻ്റെ അകത്ത് കണക്ക് നോക്കുകയാണെങ്കിൽ ഈ വീട്ടിൽ ഇങ്ങനെ 2 സ്റ്റെപ്പ് കണക്കുണ്ടായിട്ട് ഇത് അത്യാവശ്യം വലിയൊരു വീട് കണക്കാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ അകത്തൊന്നും ഇല്ല കേട്ടോ, ഫുള്ള് കാലി വീട് കണക്കാണ്. നമുക്ക് ഈ വീടും കൂടെ കണ്ടിട്ട് നമുക്ക് നേരെ അങ്ങ് പോകാം കേട്ടോ. അത് ഫുള്ള് കാലി വീടാണ്, ഇവിടെ ഒന്നുമില്ലേ, എല്ലാം പല പല ടൈപ്പിലുള്ള വീടെന്നേ ഉള്ളൂ ഗൈസ്, അല്ലാതെ ഇവിടെ വേറെ ഒന്നും തന്നെ ഇല്ല. ഇതെന്താണ്? നമ്മളാണ് ഇതാണ്ട ഒരു സ്റ്റെപ്പ് പോലും കയറാതെ ഏറ്റവും മണ്ടയ്ക്ക് വലിഞ്ഞ് കയറിയിട്ട്. ഈ വീടുകളെ പിന്നെ സ്റ്റെപ്പിൻ്റെ വീതിയൊക്കെ ഭയങ്കര ചെറുതാണ് കേട്ടോ, ചാടി വലിഞ്ഞാൽ കയറാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ചെറിയ അഴി പോലെയൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇതിലേക്കൂടെ ചാടി ഇറങ്ങാൻ പറ്റും. കള്ളന്മാർക്കൊക്കെ ഈസിയായിട്ട് കയറാൻ കഴിച്ചു. ഓക്കെ, നമുക്കിപ്പോൾ നൈസായിട്ട് എന്തായാലും ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവാണ്ട്. ഇവിടെ നിന്ന് ഈസിയായിട്ട് അങ്ങ് നേരെ മേളിലോട്ട് കയറാം. ഓക്കെ, പിന്നെ അവിടെ കുറേ ഷെഡും ബാക്കി സാധനമൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ഇവിടെ നിന്ന് പറത്തി അങ്ങ് ചാടാം. എൻ്റെ അമ്പോ, നല്ല രീതിക്ക് ബ്ലഡ് പോയി. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടനൊന്നും പറ്റിയില്ലല്ലോ. ഇല്ലടാ ഷിൻചാനെ, എനിക്കൊന്നും പറ്റിയില്ല. എൻ്റെ അമ്പോ, എന്തോരം ബ്ലഡ് പോയി. എൻ്റെ അമ്പോ, നാടും ഒടിഞ്ഞ്. അത് കുഴപ്പമില്ല. ഓക്കെ, എടാ ഷിൻചാനെ, ടൈഗർ അഞ്ഞവാടാ. ഇതെന്ത് സാധനമാണ്? ഇതെന്തോ ഷെഡ് പോലത്തെ എന്തോ ഒരു സാധനമാണ്. അതാ വീടാ? ഇത്രയും ചെറിയ വീടൊന്നും ആരും വയ്ക്കൂല. ഓക്കെ, ഇല്ല കേസ്, ഇത് ചെറിയൊരു ഷെഡാണ്. ഓക്കെ, ഏതെങ്കിലും വീടിൻ്റെ ആയിരിക്കും. ഓക്കെ, ഇവിടെ പിന്നെ ഇഷ്ടം പോലെ വീടുകൾ നമുക്കുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ വീണ്ടും ചെറിയ ചെറിയ ഷെഡ് പോലെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇത് വീടാണോ ഷെഡാണെന്ന് മനസ്സിലാവാൻ പാടില്ല കേട്ടോ. വീടോ ഷെഡോ എന്തോ ഒരു സാധനം. ഓക്കെ, എനിക്കറിയാൻ പാടില്ല. ഓക്കെ, അതിന് കാണാൻ നല്ല രസമുണ്ട്. ഓക്കെ ഓക്കെ ഇനി നമുക്ക് വേറെ നല്ലൊരു വീട്ടിലും കൂടെ നല്ല കയറി നോക്കിയിട്ട് നമുക്ക് നേരെ ഏതാണ് നമുക്ക് നേരെ ക്ലോക്ക് ടവറിലോട്ട് കയറാം. നമുക്ക് ആ അറ്റത്തിരിക്കണ വീട്ടിലോട്ട് കയറാം കേസ്. ഓക്കെ, അങ്ങോട്ട് പോവാം. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ ഷിൻചാനും അതേപോലെ ടൈഗറും കൂടെ വേറൊരു വീട്ടിലേക്കാണൊക്കെ വന്നേക്കാണ് കേട്ടോ. ഈ വീടിന് തന്നെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഈ വീടിന് തന്നെ ഫ്രണ്ടിൽ തന്നെ സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ,
എൻ്റെ മോൻ ഇത് വേറെ നൈസായിട്ടുള്ളൊരു വീടാണ്. പക്ഷെ ഒരു വീട്ടിലൊന്നുമില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ പുതിയ വീടുകളാണെന്ന് തോന്നുന്നു. ഇതൊക്കെ എനിക്ക് തോന്നുന്നു വിക്കായിട്ടുള്ള വീടുകളാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഒറ്റയ്ക്ക് വാങ്ങിക്കാം ഗൈസ്. ഓക്കെ, ക്ലോക്ക് ടവറിലപ്പോൾ നല്ല വീടുകളാവുമല്ലോ. ഓക്കെ, നമുക്ക് നോക്കിയോ. ഓക്കെ, നൈസൊരു വീടാണ്. ഓക്കെ, ഈ വീട് പിന്നെ ഭയങ്കര ചെറിയ വീടാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഈ വീട്ടിലൊക്കെ. പിന്നെ ഈ വീടിനൊരു ഷെഡും കൂടെ ഉണ്ട്. നമുക്കിത് കഴിഞ്ഞ് മെയിനായിട്ടുള്ള ഒരു ടവറിൽ പോകാം ഗൈസ്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമ്മൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ നേരെ നമ്മുടെ ഒരു മെയിനായിട്ടുള്ള ഒരു ടവറിൽ കളക്കി എന്നാലും പോകാം ഗൈസ്. ഓക്കെ, നമുക്ക് ആ ഒരു ക്ലോക്ക് ടവറിലോട്ട് പോകാം ഗൈസ്. ഇവിടെ ഇപ്പോൾ ഏകദേശം നമ്മൾ വീടുകളൊക്കെ നോക്കിയിട്ടുണ്ട്. ഇതാണ് ക്ലോക്ക് ടവർ എന്ന് പറയണത്. എൻ്റെ അമ്പോ നൈസ് കണക്കാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓക്കെ, ഇവിടെ ഷിൻജാനെ ഓടിയാട്ടോ. നമ്മൾ ഈ ബിൽഡിങ്ങൊക്കെ നേരത്തെ നമ്മൾ നോക്കി. ഓക്കെ, ക്ലോക്ക് ടവറിൽ പോകാം ഗൈസ്. ഓക്കെ, ക്ലോക്ക് ടവറിനെ തന്നെ കയറാൻ പറ്റത്തൊന്നും തന്നെയല്ല, ഇവിടെ നിന്ന് നോക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. എൻ്റെ മോനെ പുളിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ ക്ലോക്ക് ടവർ കാര്യങ്ങളൊക്കെ. എന്തായാലും നൈസായിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്ലോക്ക് ടവറും കാര്യങ്ങളൊക്കെ. നമുക്കപ്പോൾ ഈ സൈഡിൽ നിന്ന് എന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ, ഏതാണ് ക്ലോക്ക് ടവർ. ഓക്കെ, അങ്ങനെ ഞാൻ ഷിൻജാനും ടൈഗറും എല്ലാവരും എന്തായാലും ക്ലോക്ക് ടവർ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും തിരിച്ചു പോകാം. ഫ്രാങ്ക്ലി ചേട്ടാ, നമുക്ക് ഇവിടെ നിന്ന് പോവാം. നമ്മളിപ്പോൾ ഈ ഒരു ഏരിയ ഫുള്ള് കണ്ട് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ബസ്സിൽ പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നാം ഗൈസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് നേരെ ഗൈസ് നമ്മുടെ വില്ലേജിലോട്ടോ. എന്നിട്ട് അവിടുത്തെ വീട്ടിൽ നമുക്ക് പോയി അടിച്ച് പൊളിക്കാം. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഫ്രാങ്ക്ലിൻ ചേട്ടാ ചത്ത. എടാ ഷിൻജാനെ, എന്തൊക്കെയാടാ നീ പറയണ? എനിക്കൊന്നും പറ്റില്ലല്ലോടാ. ഞാൻ ചാടിയതല്ലേ, ചെറുതായിട്ടൊന്ന് ബ്ലഡ് പോയതല്ലോ. അതിന് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ അങ്ങനെയാണ്. നമ്മുടെ ഫ്രാങ്ക്ലിനാണെങ്കിൽ എവിടെയെങ്കിലും ചുമ്മാ അത് വീണാൽ മതി ഗൈസ്, അപ്പം തന്നെ ബ്ലഡ് വരും ഗൈസ്. കയ്യിലൊക്കെ നോക്കുക. ഫ്രാങ്ക്ലിൻ്റെ ബോഡി ഭയങ്കര തിക്ക് ബോഡിയാണ്. പക്ഷേ ഇടിക്കണ കാര്യത്തിൽ ഫ്രാങ്ക്ലിനാണ് ഗൈസ് ബെസ്റ്റ്. ഓക്കെ, നമ്മളങ്ങനെ ക്ലോക്ക് ടവർ ഫുള്ളായിട്ട് കണ്ട് ഫുള്ളൊരു അടിപൊളി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കെന്തായാലും ഇവിടെ കുറച്ച് നേരം എന്തായാലും വണ്ടിയൊക്കെ ഓടിച്ച് നമുക്ക് എന്തായാലും പോവാം. എടാ ഷിൻജാനെ, എനിക്കും കൂടെ താടാ കുറച്ച് സ്നാക്സ്. ഫ്രാങ്ക്ലിൻ ചേട്ടാ താ വെച്ചോ. ഓ എന്ത് നല്ല ചിപ്സ് ഗൈസ്. എടാ കുറച്ച് കൊക്കോ കോളയും കൂടെ എടുക്കടാ, എനിക്ക് ദാഹിക്കണടാ. തരാൻ പറ്റൂല ഫ്രാങ്ക്ലിൻ ചേട്ടന്, കുറച്ചേ തരാൻ പറ്റുമോ? ശരി, കുറച്ചെങ്കിൽ കുറച്ച് ഇങ്ങോട്ട്. അതാ പിടി. ഫ്രാങ്ക്ലിൻ ചേട്ടനാണ്ട് ഇതെല്ലാം വാങ്ങിച്ചു തന്നിട്ട് ഞാൻ തന്നല്ലേ, ഞാൻ തരൂലായിരുന്നു. നിന്റെ സമ്മതം ആർക്ക് വേണം? ഒന്ന് പോയാടുന്ന്. അല്ല പിന്നെ. ഓക്കെ, അങ്ങനെ ഞാനും എല്ലാവരും കഴിച്ചിട്ട് നേരെ പോവേണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എന്തായാലും നേരെ ഏതായാലും നമ്മുടെ ആ ഒരു നമ്മുടെ ഏതാണ് വില്ലേജിലോട്ട് എന്തായാലും പോകാം. ഓക്കെ ഗൈസ്, ഞാനും ഷിൻജാനും ടൈഗറും കൂടെ ഫൈനലി ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഞങ്ങൾ ഇന്ന് എന്തായാലും താമസിക്കാൻ പോണ വീട്. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി അങ്ങനെ വില്ലേജിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ഇപ്രാവശ്യം എടുത്ത വീടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു വീടുകളൊക്കെയാണ് കേട്ടോ. ഫ്രണ്ടിൽ കാണുന്ന ചുമപ്പ് വീടുകളൊക്കെയാണ് ഗൈസ് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ. ഓക്കെ, റെഡ് കളർ വീടുകളൊക്കെയാണ് എടുത്തതെന്ന് വെച്ചാൽ. ഓക്കെ, എൻ്റെ മോനെ. ഓക്കെ, ഭയങ്കര ചെറിയ വീടുകളൊക്കെയാണ്. ഓക്കെ, നമ്മൾ പിന്നെ വലിയ വീടുകളിലൊക്കെ താമസിച്ചിട്ട് ചെറിയ വീടാണ് വന്നതെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്ക് അതിലേ കൂടെ കറക്കി എടുക്കാം ഗൈസ്. ഓക്കെ, ഈ റെഡ് വീടല്ല, ബാക്കിൽ കാണുന്ന റെഡ് വീട് ഗൈസ്, അതാണ്. ഓക്കെ, ഈ ഒരു റെഡ് വീടില്ലേ ഗൈസ്, അകത്ത് കാണുന്ന ആ വീടില്ല, അതാണ്. ഓക്കെ, നമ്മൾ ചിലപ്പോഴൊക്കെ ആ വീടാണ് എടുക്കണതെന്ന് വെച്ചാൽ. ഓക്കെ, കാരണം വെച്ചാൽ ഈ വീടിന് സ്ഥലം നല്ല സ്ഥലമാണ്. കാരണം ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ബസ് ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ചേർത്ത് പാർക്ക് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് നേരെ അപ്പുറത്തെ വീട്ടിൽ ആ ചെറിയ ഗ്യാപ്പിലും നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഗ്യാപ്പിലും കൂടെ ചെറുതായിട്ട് ഇങ്ങനെ വളച്ചങ്ങ് നേരെ അങ്ങ് കയറ്റുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഇട്ടാലും മതി. ഓക്കെ, പക്ഷേ ഫ്രണ്ട് ചെറുതായിട്ട് തള്ളി കിടക്കും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വളച്ചെടുക്കണം. ഓക്കെ, ഇങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല. ഓക്കെ, കറക്റ്റ് നേരെ നമുക്ക് ബാക്ക് സൈഡിൽ പാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി നമ്മളങ്ങനെ ഇവിടെ എന്തായാലും പാർക്ക് ചെയ്തേക്കാണ്. ഓക്കെ, നമുക്കപ്പോൾ നെക്സ്റ്റ് നമ്മളങ്ങനെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തത്. ഷിൻജാനും ടൈഗറൊന്ന് വാടോ, വീടൊന്നും കാണില്ലേ? അവിടെ തന്നെ തിന്നോണ്ടിരിക്കണം. ഓക്കെ, വില്ലേജിൽ തന്നെയുള്ള ഇപ്രാവശ്യം പറഞ്ഞാണ്, അതുകൊണ്ട് തന്നെ കാണാൻ വലുതായിട്ടൊന്നും തന്നെ ഇല്ല. ഓക്കെ, അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈ ട്രിപ്പിൻ്റെ വീഡിയോ ഇവിടെ ഒന്നും വൈൻഡപ്പ് ചെയ്യുന്നില്ല ഗൈസ്. കുറേ വീഡിയോസുകളൊക്കെ ഇനി ഇടുന്നതാണ്. നമ്മൾ നാളെ ഒരു അടിപൊളി ഒരു സ്ഥലത്ത് പോകുന്നതാണ്. നാളെ എന്ന് ഉദ്ദേശിക്കണ വൈകിട്ടുള്ള വീഡിയോയിൽ കണക്കാണ് ഗൈസ്. നമ്മുടെ ബാക്കി കണ്ടിന്യൂഷനുകളൊക്കെ വരാനായിട്ടാണ് നമ്മൾ അടുത്ത സ്ഥലത്ത് പോകാനായിട്ട് എന്തായാലും എന്ന് വെച്ചാൽ. ഓക്കെ, അവിടെ പോയിട്ട് നമ്മൾ തിരിച്ച് വില്ലേജിലോട്ടേ വരത്തുള്ളൂ. ഓക്കെ, നമ്മൾ ഈ ഒരു വില്ലേജിലൊക്കെ 2-3 ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമ്മളെന്തായാലും താമസിക്കാനായിട്ട് റൂം എടുത്ത് വെച്ചേക്കാണ്. ഓക്കെ, ഇവിടെയാണ് ഞാൻ ഷിൻജാനും താമസിക്കാൻ പോകണം. ഓക്കെ, എടാ ഷിൻജാനെ ടൈഗറെ എല്ലാവരും ഒന്ന് വാടാ, നമുക്ക് വീടൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ച് കണ്ട് നമുക്ക് താമസിക്കാം. ഓക്കെ, നമ്മൾ പിന്നെ എപ്പോഴും താമസിക്കുന്ന മഞ്ഞ വീട് അല്ലെങ്കിൽ അപ്പുറത്തെ വീട്, ഈ നീല വീട്, അതൊക്കെയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ചുമപ്പ് വീട് പറഞ്ഞത്. ഓക്കെ, നമ്മൾ ഒരിക്കലും താമസിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും വൈകിട്ട് എന്തായാലും വീണ്ടും ഒരു അടിപൊളി ഒരു കിടക്കാച്ച ട്രിപ്പ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്.
വൈകിട്ടത്തെ വീഡിയോ ആണ് ഗൈസ്, സീന് വീഡിയോ എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ വീഡിയോ മറക്കാതെ തന്നെ കാണാം. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാവരും തന്നെ എല്ലാം തന്നെ ചെയ്യുക. നമ്മുടെ ചാനൽ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇത്രയോളം എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പം ഞാൻ തന്നെ വീണ്ടും ഗൈസ് ഒരു പുതിയൊരു കിടുക്കാച്ച് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പം പുതിയൊരു കിടുക്കാച്ച് വീഡിയോ കാണുന്ന എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.